അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ 3 വയസ്സുകാരി ലൈംഗിക ചൂഷണത്തിനിരയായെന്ന് വ്യക്തമായത് പോലീസിന്റെ പഴുതടച്ച അന്വേഷണത്തിൽ. സംഭവത്തിൽ കുട്ടിയുടെ അച്ഛന്റെ അടുത്ത ബന്ധുവിനെ അറസ്റ്റ് ചെയ്തു. കുട്ടിയുടെ അച്ഛന്റെ ഇളയ അനുജനാണ് അറസ്റ്റിലായത്. ഇയാൾക്കെതിരെ പോക്സോ വകുപ്പ് ചുമത്തുകയും ചെയ്തു. കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പീഡനം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ബുധനാഴ്ച വൈകുന്നേരമാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ചോദ്യം ചെയ്യലിന്റെ ആദ്യഘട്ടത്തിൽ കുറ്റം നിഷേധിച്ച ഇയാൾ പിന്നീട് കുറ്റസമ്മതം നടത്തുകയായിരുന്നു. 19-ന് വൈകുന്നേരമാണ് 3 വയസ്സുകാരിയെ അമ്മ പുഴയിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ കുട്ടിയുടെ അമ്മയെ അറസ്റ്റ് ചെയ്തിരുന്നു. റിമാൻഡിലായിരുന്ന ഇവരെ ഇന്നലെ 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. വിശദമായ ചോദ്യം ചെയ്യലിൽ ചിലത് ഇവരും വെളിപ്പെടുത്തിയിട്ടുണ്ട്. പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ മകൾ നിരന്തര പീഡനത്തിന് ഇരയായിരുന്നതായി അമ്മ അറിഞ്ഞിരുന്നില്ലെന്ന് വിവരം. എന്നാൽ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമേ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനാകൂ എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട്. ചോദ്യം ചെയ്യൽ ഇന്നും തുടരും. കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ള ചോദ്യം ചെയ്യലിനിടയിലാണ് കുട്ടി നിരന്തരം പീഡനത്തിന് ഇരയായിരുന്നുവെന്ന വിവരം അമ്മയെ പോലീസ് അറിയിച്ചത്. നിസ്സംഗതയോടെയാണ് ഇക്കാര്യം അമ്മ കേട്ടിരുന്നത്. പെൺകുട്ടിയെ നിരന്തരം പീഡിപ്പിച്ച അടുത്ത ബന്ധുവിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം ഇന്ന് അപേക്ഷ നൽകിയേക്കും. ഇയാളെ ഇന്നലെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. മകളെ പുഴയിൽ എറിഞ്ഞു കൊന്നത് ഭർത്താവിന്റെ കുടുംബം തന്നെ ഒറ്റപ്പെടുത്തിയത് കൊണ്ടാണെന്നാണ് അമ്മയുടെ മൊഴി. കുട്ടിയിൽ നിന്ന് പോലും തന്നെ അകറ്റുന്നതായി തോന്നി. ഭർത്താവ് മറ്റൊരു വിവാഹത്തിന് ഒരുങ്ങി. തന്നെ ഒഴിവാക്കിയാൽ കുട്ടി എങ്ങനെ ജീവിക്കും എന്ന് ആശങ്കയുണ്ടായി, അമ്മ പറയുന്നു. കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച സംഭവം താൻ അറിഞ്ഞിട്ടില്ലെന്നാണ് അമ്മയുടെ മൊഴി. അതേസമയം ചോദ്യം ചെയ്യൽ ഇന്നും തുടരും. തനിക്ക് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞ് പ്രതി പൊട്ടിക്കരഞ്ഞതായിട്ടാണ് പോലീസ് നൽകുന്ന വിവരം. ഇതോടെ ഇന്നലെ രാവിലെ പുത്തൻകുരിശ് പോലീസ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. തുടർന്ന് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കേസ് അന്വേഷിക്കാൻ 22 അംഗ സ്പെഷ്യൽ സംഘത്തെ ജില്ലാ പോലീസ് മേധാവി എം ഹേമലത നിയോഗിച്ചു. 3 വയസ്സുകാരി നേരിട്ടത് ക്രൂരമായ ലൈംഗിക പീഡനങ്ങളായിരുന്നു. കുട്ടിയുടെ മാതാപിതാക്കളുടെ വഴക്ക് മുതലെടുത്താണ് പ്രതി കുട്ടിയെ ചൂഷണത്തിന് ഇരയാക്കിയതെന്ന് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞു. തന്നോടുള്ള അടുപ്പം മുതലാക്കി കുട്ടിയെ വീട്ടിൽ വച്ച് നിരന്തരം ചൂഷണം ചെയ്തതായി പ്രതി പോലീസിനോട് സമ്മതിച്ചു. കൊല്ലപ്പെടുന്ന ദിവസം രാവിലെയും ഉപദ്രവം നേരിട്ടതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. 1 വർഷത്തിലേറെയായി കുട്ടിയെ ഇയാൾ ചൂഷണം ചെയ്തു വരുന്നതായിട്ടാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇയാൾ അശ്ലീല വീഡിയോ ദൃശ്യങ്ങൾക്ക് അടിമയാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം. കൊല്ലപ്പെട്ട കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയതിന് പിന്നാലെ ഫോറൻസിക് സർജൻ പോലീസിന് കൈമാറിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സംശയം തോന്നിയവരെ പോലീസ് നിരീക്ഷിച്ചു തുടങ്ങിയിരുന്നു. കുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോഴും ബന്ധുക്കളെ അടക്കം പോലീസ് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായതിന് പിന്നാലെ അന്നു രാത്രി തന്നെ പിതാവിന്റെ അടുത്ത ബന്ധുക്കളെ പോലീസ് ചോദ്യം ചെയ്തു. വീട്ടിലെ സ്ത്രീകളുടെയും മൊഴി രേഖപ്പെടുത്തി. ആദ്യഘട്ടത്തിൽ പ്രതിയെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. തുടർന്ന് 21-ന് മറ്റു 2 ബന്ധുക്കൾക്കൊപ്പം വീണ്ടും വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്തു. ആദ്യഘട്ടത്തിൽ കുറ്റം നിഷേധിച്ച ഇയാൾ പിന്നീട് വിശദമായ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് കുറ്റസമ്മതം നടത്തുകയായിരുന്നു.